ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസഫലം വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ അനീഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും വൃശ്ചിക ലഗ്നം വന്നിട്ടുള്ളവർക്കും, ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും അവർക്ക് വൃശ്ചിക ലഗ്നമാണ് വന്നിട്ടുള്ളെങ്കിൽ ആ വൃശ്ചിക ലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ജൂൺ മാസത്തിലെ ആ ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഗുരു ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. ജൂൺ 2 അഷ്ടമത്തിൽ നിന്നും ആ ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. അതുപോലെ ശുക്രൻ ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. ജൂൺ 8 ആ ശുക്രനും അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. അതുപോലെ ജൂൺ 15 സൂര്യൻ ഇപ്പോൾ 7 നിൽക്കുകയാണ്. 7 നിന്നും സൂര്യൻ അഷ്ടമത്തിലേക്ക് മാറുന്നു. ജൂൺ 20 ചൊവ്വ ഇപ്പോൾ 6 നിൽക്കുകയാണ്. 6 നിന്നും ആ ചൊവ്വ 7 മാറുന്നു. ബുധൻ ജൂൺ 22 അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ശനി ഇപ്പോൾ 5 ഉണ്ട്. രാഹു 4 സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ കേതു 10 സ്ഥിതി തുടരുന്നു. അപ്പോൾ നമ്മൾ ഈ ജൂൺ മാസം എടുക്കുമ്പോൾ 5 ഗ്രഹങ്ങൾ, അതായത് ഗുരു, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, അതുപോലെ ബുധൻ, ഈ 5 ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം വരുന്നു എന്നുള്ളതാണ് ജൂൺ മാസത്തെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ആദ്യം നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വ 6ാം ഭാവാധിപനുമാണ്. ആ ചൊവ്വ 6 മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. 6ാം ഭാവാധിപനായ ചൊവ്വ 6 തന്നെ നിൽക്കുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അതുപോലെ 19 വരെ ആ ചൊവ്വ ആ 6ാം ഭാവരാശി തന്നെ ഉണ്ട്. അതിനുശേഷം ആ ചൊവ്വ 7 മാറുന്നു. അതുപോലെ അഷ്ടമഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ സ്വക്ഷേത്രത്തിൽ വിപരീത രാജയോഗാവസ്ഥയിൽ നിൽക്കുകയാണ്. 22 അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ 9 മാറുന്നു. അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യവാരം അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അതും വിപരീത രാജയോഗമാണ്. 8 മുതൽ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഡനായിട്ടുള്ള റിക്കവറി, സഡനായിട്ടുള്ള ആശ്വാസം കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം. 4 രാഹു ഉണ്ട്. അപ്പോൾ 4 സുഖസ്ഥാനത്താണ് രാഹുവിൻ്റെ സ്ഥിതി. 4ാം ഭാവാധിപനായിട്ടുള്ള ശനി 5, 6 ചൊവ്വ, 8 അതുപോലെ 8 സൂര്യനൊക്കെ വരുന്നുണ്ട്. അപ്പം ചിലർക്ക് പ്രത്യേകിച്ച് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി അതുകൊണ്ട് ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം, യാത്രകളിലൊക്കെ കെയർ വേണം. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ നമുക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ സഡൻ റിക്കവറി അവർക്ക് സാധ്യമാകും എന്ന് തന്നെ മനസ്സിലാക്കുക. അതേപോലെ നമുക്ക് ഈ പിതാവിൻ്റെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ, പ്രത്യേകിച്ച് സൂര്യൻ അഷ്ടമത്തിലേക്ക് വരുന്നു, അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7 വരുന്നു. അപ്പോൾ ചിലപ്പോൾ പിതാവിനോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ 10ാം ഭാവാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ആദ്യ പകുതി, അതായത് 14 വരെ 7 സ്ഥിതി ചെയ്യുന്നു. അതിനുശേഷം ആ സൂര്യൻ 8 മാറുന്നു. 10 കേതു ഉണ്ട്. അപ്പോൾ ആദ്യ പകുതി 6ാം ഭാവാധിപൻ സേവന സ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വ 6 ബലവാനാണ്. അപ്പോൾ 10ാം ഭാവത്തിൻ്റെ 10 സൂര്യൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് പൊതുവെ തൊഴിൽ സ്ഥിതിയൊക്കെ ആദ്യം ഭദ്രമായിരിക്കും. ആദ്യത്തെ പകുതി തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതേസമയം 6 ചൊവ്വ നമുക്ക് ഈ തൊഴിലിടത്തൊക്കെ ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളെയൊക്കെ ശല്യം കുറയ്ക്കുന്നതിന് സഹായകമാണ്.
വർക്ക് പ്ലേസിൽ നമുക്ക് അച്ചടക്കം ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 6-ലാണ് ചൊവ്വ നിൽക്കുന്നത്. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ് ആദ്യ പകുതി. തൊഴിലുമായിട്ട് പ്രത്യേകിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം 6-ലൊക്കെ ആ ചൊവ്വ നിൽക്കുന്നത് ഈ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നമ്മൾ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ കൂടുതൽ പ്രതീക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് 6-ലെ ചൊവ്വ കൊണ്ട് നമ്മൾ കാണുന്നത്. അതുപോലെ അതേസമയം ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആദ്യത്തെ പകുതി. അപ്പോൾ നമ്മൾ കഴിവതും മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്പം കെയർ കൊടുക്കണം. ആ ശനി സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ സൂര്യനെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധ കൊടുക്കുക. അവസാനത്തെ പകുതി ആ 10-ാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ 8 തന്നെ നിൽക്കുകയാണ്. അവിടെ ആ രവിയും ബുധനും ബുധ ആദിത്യ യോഗം അഷ്ടമത്തിൽ വരികയാണ്. അത് തൊഴിലിൽ ചിലപ്പോൾ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചില മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഹെൽത്ത് മേഖല, ബാങ്കിൽ പ്രവർത്തിക്കുന്നവർ, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഈ ആഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതായത് റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ അഷ്ടമ രാശ്യാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നതും 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ വരുന്നതും ആ ബുധ ആദിത്യ യോഗം ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വർക്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ തൊഴിലിൽ സഡൻ മാറ്റം, സഡൻ ട്രാൻസ്ഫർ, ചിലർക്ക് തൊഴിൽ ചിലപ്പോൾ ലോസ് ആവുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഒരു കെയർ വേണം. അതിനാൽ നമ്മൾ തൊഴിൽപരമായിട്ട് അവസാനത്തെ വാരം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ അല്ലാതെ ഉള്ളവർ. അതേസമയം നമ്മൾ ഈ ഗുരു ശുക്ര യോഗം, ആ ബന്ധമൊക്കെ ഭാഗ്യസ്ഥാനത്തുള്ള സമയമാണ്. ഇപ്പോൾ നമുക്കൊരു തൊഴിൽ നഷ്ടപ്പെട്ടാലും പുതിയ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനൊക്കെയുള്ള ഒരു ഭാഗ്യ അനുഭവം അവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഈ മുതിർന്നവരുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ മേലുദ്യോഗസ്ഥരുടെ ആകാം, സീനിയറായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു സഹായം, സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് 9-ലെ ഗുരുശുക്ര യോഗം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഗുരുശുക്ര യോഗം 9-ൽ വരുന്നത്. പ്രത്യേകിച്ച് അതുപോലെ 10-ാം ആയിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 7-ലൊക്കെ നിൽക്കുന്നത് ഇവയൊക്കെ തന്നെ. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ൽ ദൃഷ്ടി ചെയ്യുന്നത്, ഇവയൊക്കെ നമുക്ക് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ പറ്റി പറയുമ്പോൾ 7-ൽ സൂര്യനുണ്ട് ആദ്യ പകുതി. കർമ്മഭാവാധിപനാണ് ആ സൂര്യൻ. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ അഷ്ടമത്തിൽ വിപരീത രാജയോഗാവസ്ഥയിൽ നിൽക്കുകയാണ്. 7-ാം ഭാവാധിപനായ ശുക്രനാണെങ്കിൽ ആദ്യ വാരം അഷ്ടമത്തിലാണ്. അതിനുശേഷം ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. ഗുരുശുക്ര യോഗമൊക്കെ ആ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ ബിസിനസ്സിനൊക്കെ അനുകൂലമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമുക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അനുകൂല സമയമാണ്. നമുക്ക് ബിസിനസ് വിപുലമാക്കുന്നതിനുള്ള പ്ലാന്, അതിനുള്ള തന്ത്രങ്ങൾക്കൊക്കെ ഒരു അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ആ 8-ലെ ബുധൻ്റെ സ്ഥിതിയൊക്കെ നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ച് നല്ല പ്ലാനൊക്കെ, അതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനയുന്നതിന് അനുകൂല സമയമാണ്. അത് ഭാവിയിൽ നമുക്ക് ബിസിനസ് വിപുലീകരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. വിദേശ വിപണനമൊക്കെ വിപുലമാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2ഉം 5ഉം ഭാവാധിപൻ ഗുരു, ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരികയാണ് ജൂൺ 2 മുതൽ. ഇപ്പോൾ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ, ബുധൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്നു ആദ്യത്തെ 3 വാരം. അതുപോലെ 5-ാം ഭാവാധിപനെ ഗുരു 5-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 5-ൽ ശനി നിൽക്കുകയാണ്. അത്
അപ്പോൾ 5-ലൊക്കെ ശനി നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെല്ലപ്പോക്ക് ആലസ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 5-ൽ ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും. അപ്പോൾ പഠിതാക്കൾക്ക് സദ്ബുദ്ധി, നല്ല ചിന്തകൾ, നല്ല തീരുമാനമൊക്കെ എടുക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവെ പഠനത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. പഠനത്തിലും ക്രിയേറ്റീവ് തലത്തിലുമൊക്കെ തിളങ്ങുന്ന സമയം. ഹയർ സ്റ്റഡീസിൽ പ്രത്യേകിച്ച് 9-ലൊക്കെ ആ ഗുരുശുക്ര യോഗമൊക്കെ വരുമ്പോൾ ഹയർ സ്റ്റഡീസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. കാരണം 5-ാം ഭാവാധിപൻ 5-ന്റെ 5-ലാണ് നിൽക്കുന്നത്. അപ്പം അത് പ്രത്യേകിച്ച് നമുക്ക് ഉയർന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ സാധ്യമാകും. അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അവിടെയും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവർക്കൊക്കെ പ്രത്യേകിച്ച് ആ 8-ലെ ബുധനൊക്കെ വളരെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നമുക്ക് റിസർച്ചിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുന്നതിന് അഷ്ടമ ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഡീപ്പ് നോളജ് അവർക്ക് ആ വിഷയത്തിൽ കിട്ടുന്ന സമയമാണ്. അവരുടെ പ്രത്യേകിച്ച് അന്വേഷണത്തിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നമുക്ക് ഗുരുക്കന്മാരുടെയൊക്കെ അംഗീകാരം, അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഈ സമയത്ത് പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുടെ ഒക്കെ ഗൈഡൻസ് കിട്ടാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 9-ലെ ഗുരുശുക്രൻ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ധനപരമായിട്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ധനഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ അവിടെ ശുക്രനും കൂടെ ചേരുകയാണ്. അപ്പോൾ ആ ഗുരു ശുക്ര യോഗം ഭാഗ്യസ്ഥാനത്ത് വരുന്നതും ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതും ഒക്കെ തന്നെ ധനഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളി വഴിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ധനഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 7-ാം ഭാവാധിപനായ ശുക്രനും ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് ജൂൺ 8 മുതൽ. അപ്പോൾ ജീവിത പങ്കാളി വഴി അവർ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 8-ലാണെങ്കിലും അത് വിപരീത രാജയോഗത്തിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വിപരീത രാജയോഗമാണ് എങ്കിൽ തന്നെയും 11-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. 22-ന് ആ ബുധൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് ഈ നമ്മുടെ ഫ്രണ്ട്സ്, സോഷ്യൽ റിലേഷൻസ്, അതുപോലെ മറ്റ് ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ഇവർ വഴിയൊക്കെ നമുക്ക് ചില ഗുണാനുഭവങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സാധ്യതയെ കാണിക്കുന്നു. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഗുരുശുക്രയോഗം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് വിവാഹ ആലോചനകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുപോലെ 5-ാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു. അപ്പോൾ കമിതാക്കൾക്ക് അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരസ്പരമൊക്കെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. ചിലപ്പോൾ പ്രണയബന്ധവും വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങളുണ്ടാകാം. പ്രണയബന്ധവും ചിലപ്പം വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിന് ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഗുരുശുക്ര ബന്ധം ഭാഗ്യസ്ഥാനത്ത് വരുന്നു. 5-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കമിതാക്കൾക്കും ചിലർക്ക് ആ പ്രണയബന്ധം വിവാഹത്തിൽ എത്തിപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അത് ദാമ്പത്യ ബന്ധത്തിൽ അല്പം കെയർ വേണം. ആദ്യ പകുതി ആ 7-ൽ സൂര്യൻ നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അവസാനത്തെ പകുതി കുജനും ആ ചൊവ്വയും 7-ലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് വേണം. സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി 2-ലുണ്ട്, സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ 2-ലുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് സംസാരത്തിൽ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അവസാനത്തെ പകുതി നമ്മൾ ഇനി കുടുംബജീവിതത്തിലോട്ടൊക്കെ വരുമ്പോൾ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് 4-ൽ രാഹു നിൽക്കുന്ന സമയമാണ്.
ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആ രാഹുവിനെ ഗുരു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജൂൺ 2 ആകുമ്പം ഗുരു അവിടുന്ന് മാറുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി 4-ലില്ല, രാഹു മാത്രമാണ് 4-ലുള്ളത്. അതുപോലെ അവസാനത്തെ വേദിയൊക്കെ ആ സൂര്യനും ചൊവ്വയൊക്കെ തന്നെ 2-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ 4-ൽ രാഹുവൊക്കെ നിൽക്കുന്നത് മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല. അപ്പോൾ നമുക്ക് വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ അതിനൊന്നും തടസ്സമില്ല. നമ്മൾ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹനം വാങ്ങുന്നതിനൊക്കെ അനുകൂല സമയമാണ്. രാഹു ആ 4-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾ എക്സ്പാൻഷന് അത് സഹായകമാണ്. അതേസമയം നമ്മൾ ഫാമിലി ലൈഫിൽ ഒരു മാറ്റം വേണം എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഈ രാഹുവിൻ്റെ 4-ലെ സ്ഥിതി കൊണ്ടുണ്ടാകും. അതുപോലെ ഈ കുടുംബത്തിലൊക്കെ നമ്മൾ ഈ 2-ലൊക്കെ സൂര്യൻ്റെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബ പ്രശ്നങ്ങൾക്ക് ചിലപ്പം വഴിതെളിക്കാം. അപ്പം അവിടെ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ട് പോവുക. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാതാവിനോ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് 4-ലെ രാഹുവിൻ്റെ സ്ഥിതി. അതുപോലെ കുടുംബത്തിൽ അതൊക്കെ ചിലപ്പോൾ ചെറിയ സമാധാനക്കുറവ് ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോവുക. ഒരു സംയമനം, പ്രത്യേകിച്ച് സംസാരത്തിൽ ഒരു സംയമനം ആവശ്യമാണ്. വാക്സ്ഥാനത്താണ് ആ സൂര്യൻ്റെയും അതുപോലെ ചൊവ്വയുടെ 2 അഗ്നികാരകത്തിനുള്ള 2 ഗ്രഹങ്ങളാണ് 2-ൽ നിൽക്കുന്നത്. അപ്പോൾ സംസാരത്തിൽ അല്പ സംയമനം ആവശ്യമായിട്ടുള്ള സമയമാണ്. ജൂൺ 11, 12, 15, 16, 24, 25, 26 ഈ തീയതികൾ അത്ര അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുക. അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവരും ഈ സമയത്ത് കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ പ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്, ഒരു പൊതുഫലമാണ്. അതേസമയം ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ? ജാതകത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദേശാപകാരം ഛിദ്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണ്? ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ പൊതുഫലങ്ങളിൽ മാറ്റം വരും. കാരണം ജാതകത്തിലെ ദേശാപകാരം ഛിദ്രമാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ കുറച്ച് മാത്രമേ അതിൽ സ്വാധീനിക്കുള്ളൂ, ഈ ഗോചര ഗ്രഹസ്ഥിതി. അപ്പോൾ നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതേസമയം ഞാനിവിടെ പറഞ്ഞത് വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറിൽ പെടുന്ന എല്ലാവരും വൃശ്ചിക ലഗ്നക്കാരല്ല, ഇത് നമ്മൾ മനസ്സിലാക്കുക. ചിലരെ വൃശ്ചിക ലഗ്നക്കാരായിരിക്കും, മറ്റുള്ളവർ മറ്റു ലഗ്നരാശിയിൽ വരുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ലഗ്നരാശി ഏതാണെന്നറിയണം. അത് നമ്മൾ ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ ലഗ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലഗ്നരാശി ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ, അപ്പോൾ കൂറിൻ്റെ ഫലം മാത്രം കേട്ടാൽ പോരാ. കാരണം ഈ കൂറിൽ ഈ നക്ഷത്രത്തിൽ പെടുന്നവരുടെ ലഗ്നരാശി ഏതെന്നറിയണം. അതാണ് സൂക്ഷ്മമായിട്ടുള്ള ഫലം നമുക്ക് തരുന്നത്. അപ്പോൾ ആ ലഗ്നഫലവും കൂറിൻ്റെ ഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിലാണ്. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.